പെന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വലിയ ഒരു സ്വരം ആകാശത്ത് നിന്ന് ഉണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിനാവുകൾ പോലെയുള്ള ജ്വാലകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പെന്തക്കുസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവ് അഗ്നിമഴയായി പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് പ്രാവായി പറന്നിറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് ജീവജലമായി ഒഴുകിയിറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് തൈലാഭിഷേകമായി നിറയട്ടെ. പരിശുദ്ധാത്മാവ് മേഘസ്തംഭമായി ഞങ്ങളിൽ ആവരണം ചെയ്യട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാശക്തിയെ, പരിശുദ്ധാത്മശക്തിയെ പെയ്തിറങ്ങണമേ, പെയ്തിറങ്ങണമേ, പെയ്തിറങ്ങണമേ. ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, 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 നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ശക്തിയാൽ പൂരിതരാക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെയ്തിറങ്ങണമേ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെയ്തിറങ്ങണമേ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലെന്തുവാ, ആത്മശക്തിയായൊഴുകി എന്നിലെന്തുവാ, ആത്മനദിയായൊഴുകി എന്നിലെന്തുവാ, ആത്മശക്തിയായൊഴുകി എന്നിലെന്തുവാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴയായി പെയ്തിറങ്ങട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, നിറയണമേ. ആത്മാവിന്റെ ശക്തി നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ദൈവവചനത്തിന്റെ ശക്തി നിറയട്ടെ, നിറയട്ടെ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ ആത്മാവിന്റെ അഭിഷേകം പെയ്തിറങ്ങട്ടെ. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുചേരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി പെയ്തിറങ്ങട്ടെ. ഹൃദയങ്ങൾ ഉജ്ജ്വലിക്കട്ടെ, ഉജ്ജ്വലിക്കട്ടെ. ആത്മാവിന്റെ ശക്തി ജ്വലിക്കട്ടെ, 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 ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 നിറയണമേ, 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 നിറയണമേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും ശമരിയായാലും ജെറൂസലേമിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും. ഞങ്ങളെ സാക്ഷികളാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, പെയ്തിറങ്ങണമേ, പെയ്തിറങ്ങണമേ, പെയ്തിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്തിൻ നാളിലെ യാമാളിക ഭൂരി, ആത്മാവേ, അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനേ, നിറയട്ടെ. പെന്തക്കോസ്തിൻ നാളിലെ യാമാളിക ഭൂരി, ആത്മാവേ, അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനേ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റു പോലെ കൊടുങ്കാറ്റായി വീശണമേ. ജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റു പോലെ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോൽ പെയ്യട്ടെ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ, കൃപകൾ എല്ലാം ഞങ്ങളിൽ വന്ന് നിറയട്ടെ, ജ്വലിക്കട്ടെ. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ദൈവഭക്തി, ദൈവഭയം, ആത്മശക്തി, സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, കാരുണ്യം, നന്മ, ദീർഘശാന്തത, ആർദ്രത, വിശ്വസ്തത, വിനയം, സംയമനം, ശുദ്ധത. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ 12 ഞങ്ങളിൽ ഉജ്ജ്വലിക്കട്ടെ, ഉജ്ജ്വലിക്കട്ടെ, ഉജ്ജ്വലിക്കട്ടെ. ജ്ഞാനത്തിന്റെ വചനം, അറിവിന്റെ വചനം, വിവേചനപരം, ഭാഷാപരം, വ്യാഖ്യാനപരം, പ്രവചനപരം, രോഗശാന്തിപരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ളവരം, വിശ്വാസപരം, ശുശ്രൂഷപരം, നേതൃത്വപരം, പ്രാർത്ഥനപരം, മധ്യസ്ഥ പ്രാർത്ഥനപരങ്ങൾ, പ്രബോധനപരം, പ്രഘോഷണപരം, അധ്യാപനപരം, ഉപദേശപരം, ശുശ്രൂഷപരം, വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ, കൃപകൾ എല്ലാം നിറയട്ടെ, എല്ലാം ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കഴുകനെ പോലെ ചിറകടിച്ചുയരാം, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. ശക്തിപ്പെടുത്തണമേ. കഴുകനെ പോലെ ചിറകടിച്ചുയരാം, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. ബലപ്പെടുത്തണമേ. കാത്തിരിക്കുന്നിതാ ഞാനും കർത്താവേ, പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. ശക്തി പ്രാപിക്കട്ടെ. കാത്തിരിക്കുന്നിതാ ഞാനും കർത്താവേ, ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങട്ടെ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങട്ടെ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ, അപ്പസ്തോലന്മാരിൽ നിറഞ്ഞതുപോലെ, സുവിശേഷകന്മാരിൽ നിറഞ്ഞതുപോലെ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞതുപോലെ, രക്തസാക്ഷികളിൽ നിറഞ്ഞതുപോലെ, വന്ദകന്മാരിൽ നിറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവേ ഞങ്ങളിലും വന്നു നിറയണമേ, നിറയണമേ, നിറയണമേ. അബ്രാഹത്തിലും ഇസഹാക്കിലും യാക്കോബിലും പൂർവ്വ ജോസഫിലും നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളിലും വന്ന് നിറയണമേ, നിറയണമേ. സാമുവേലിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, സാവൂളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ദാവീദിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, സോളമനിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളിലും വന്ന് നിറയണമേ, നിറയണമേ, നിറയണമേ. പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ഞങ്ങളിലും വന്ന് നിറയണമേ. ഏശയായാലും ഏലിയായാലും ഏശയ്യായാലും എസെക്കിയേലിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ദാനിയേലിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ബാറൂക്കിലും മലാഖിയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ദാനിയേലിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. പൂർവ്വപിതാക്കന്മാരെയും പ്രവാചകന്മാരെയും രക്തസാക്ഷികളെയും ബലപ്പെടുത്തിയ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. തളർച്ചയും ക്ഷീണവും ആലസ്യവും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയെത്തിയേ, ഉൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങിയെത്തിയേ. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയെത്തിയേ, ഉൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങിയെത്തിയേ. എന്റെ ജീവനിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവ് പോൽ പറന്നിറങ്ങി വാ. എന്റെ ജീവനിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവ് പോൽ പറന്നിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങട്ടെ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങട്ടെ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങട്ടെ. പോലെ പെയ്തിറങ്ങി ഞങ്ങളുടെ ശരീരത്തിൽ നിറയണമേ, മഴ പോലെ പെയ്തിറങ്ങി വാ, മനസ്സിലും ആത്മാവിലും നിറയണമേ, പോലെ പെയ്തിറങ്ങി ബുദ്ധിയിലും ചിന്തകളിലും നിറയണമേ, മഴ പോലെ പെയ്തിറങ്ങി വാ, ഹൃദയവികാര വിചാരങ്ങളിൽ നിറയണമേ, പോലെ പെയ്തിറങ്ങി വാ, കുറവുകളിലും പോരായ്മകളിലും നിറയണമേ. എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ. ഉജ്ജ്വലിപ്പിക്കണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ. ഉജ്ജ്വലിപ്പിക്കണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ. കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ
പരിശുദ്ധാത്മാവേ രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവ് നിറയട്ടെ, ജ്വലിക്കട്ടെ ജ്വലിക്കട്ടെ ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവ് ജ്വലിക്കട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നുമെന്നും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകന് ഞാൻ നിങ്ങൾക്ക് നൽകും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും സമരിയായാലും ജെറൂസലമിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും. എന്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നിറവേറട്ടെ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നിറവേറട്ടെ. ആത്മാവേ 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 പരിശുദ്ധാത്മാവേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റീസ് ഓഫ് കാത്തലിക് ചർച്ച് 1030, 1031, 1054 നമ്പറുകളിലായി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള നിർവചനം കൊടുത്തിട്ടുള്ളത് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടവരല്ല എങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എങ്കിലും സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിനു വേണ്ടി അവർ മരണാനന്തരം ഒരു ശുദ്ധീകരണത്തിന് വിധേയരാകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ തിരുസഭ ശുദ്ധീകരണ സ്ഥലം, അതായത് പർഗേറ്ററി എന്ന് വിളിക്കുന്നു. ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിന് തിരുസഭ മതബോധന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള നിർവചനമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടവരല്ല എങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എങ്കിലും സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ഒരു ശുദ്ധീകരണത്തിന് വിധേയരാകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ തിരുസഭ പർഗേറ്ററി അഥവാ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പാപത്തിൻ്റെ പരിഹാരവുമായി ബന്ധപ്പെട്ട് തിരുസഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. വിശുദ്ധ കുംഭസാരത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെപ്പറ്റി മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നൊരു കാര്യം, അത് 1459 നമ്പറിലാണ് മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുക. അതിപ്രകാരമാണ്: പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്തു, എന്നാൽ പാപമുണ്ടാക്കിയ എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിച്ചിട്ടില്ല. പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്തു, എന്നാൽ പാപമുണ്ടാക്കിയ എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിച്ചിട്ടില്ല. അപ്പോൾ വിശുദ്ധ കുംഭസാരത്തിന് ശേഷവും നിലനിൽക്കുന്ന എന്തോ ഒന്നുണ്ട്. അതിനെ വിശേഷിപ്പിക്കുന്ന പദം ക്രമരാഹിത്യം എന്ന പദമാണ്. ക്രമരാഹിത്യം ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. നമ്മളതിനിങ്ങനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. വിശുദ്ധ കുംഭസാരത്തിലൂടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുന്നുണ്ട്. എത്ര കഠിനമായ പാപമാണെങ്കിലും, എത്ര വലിയ പാപമാണെങ്കിലും, എത്ര അളവിലും എത്ര എണ്ണത്തിലുണ്ടെങ്കിലും വിശുദ്ധ കുംഭസാരത്തിൽ ഒരാൾ അനുദപിച്ച് പാപം ഏറ്റുപറഞ്ഞാൽ പൂർണ്ണമായും പാപം ക്ഷമിക്കപ്പെട്ടു. എന്നിരുന്നാലും ഒരു കാര്യം അവശേഷിക്കുന്നു. അതെന്താണ്? പാപമല്ല, മറിച്ച് പാപത്തിൻ്റെ കടം. ഇത് സാമ്പത്തിക കടമല്ല, പാപത്തിൻ്റെ പരിണതഫലമായി വരുന്ന ഒരു പ്രതിഭാസമായിട്ട് കടത്തെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ ഒന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ, ഞാനൊരു വലിയ മോഷണം നടത്തി എന്ന് കരുതുക. ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. ഒരു 5-10 ലക്ഷം രൂപ മോഷ്ടിച്ചു. പിന്നീട് എനിക്ക് അതിനെപ്പറ്റി അനുതാപം ഉണ്ടായി, പശ്ചാത്താപം ഉണ്ടായി. ഞാനത് ആത്മാർത്ഥമായിട്ട് ഹൃദയം നുറുങ്ങി അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞൊരു തുറന്ന കുമ്പസാരം നടത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ അനുദപിച്ച് പാപം ഏറ്റുപറഞ്ഞു എന്ന കാരണത്താൽ കർത്താവ് പാപം ക്ഷമിക്കും. അനുദപിച്ച് പാപം ഏറ്റുപറഞ്ഞു എന്ന കാരണത്താൽ കർത്താവ് പാപം ക്ഷമിക്കും. പക്ഷേ അതോടുകൂടെ എൻ്റെ ഉത്തരവാദിത്തം അവസാനിച്ചോ? ഉത്തരവാദിത്തം അവസാനിച്ചിട്ടില്ല. ഇനി എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. ഈ മോഷ്ടിച്ച പണം
തിരിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം. ഇത് കൊടുക്കാത്തിടത്തോളം കാലം അതെനിക്ക് എന്താണ്? ഇത് കടമാണ്. കടം എന്ന വാക്കിൻ്റെ പ്രത്യേകത ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. കൊടുത്ത് വീട്ടാനുള്ളത്, കൊടുത്ത് വീട്ടിയേ പറ്റൂ. കടങ്ങളൊക്കെ വീട്ടാനുള്ളതാണ്, കടങ്ങൾ വീട്ടാനുള്ളതാണ്. അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് കൊടുക്കാത്തിടത്തോളം കാലം എനിക്ക് കടമാണ്. പ്രിയപ്പെട്ടവർ, ഇത് സാമ്പത്തിക വിഷയമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞത്. ഇതുപോലെ ഏത് പാപമാണെങ്കിൽ, ഒരു മാരകപാപമാണെങ്കിൽ, കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം കിട്ടിയതിന് ശേഷവും നമ്മൾ നടത്തേണ്ട ഒരു പരിഹാരതലം നിൽക്കുന്നുണ്ട്. പാപമോചനം യേശുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ നമ്മൾ സ്വീകരിക്കുന്നു. യേശു നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പാപങ്ങൾ അനുദപിച്ച് ഏറ്റുപറയുമ്പോൾ കുരിശിലെ യേശുവിൻ്റെ ബലിയുടെ അനന്ത യോഗ്യത നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നു. നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത കർത്താവിൻ്റെ പരിഹാര ബലിയുടെ യോഗ്യത നമ്മൾ സ്വീകരിക്കുന്നു, പാപമോചനം കിട്ടുന്നു. എന്നാൽ അതേസമയം തന്നെ നമ്മൾ നടത്തേണ്ട ഒരു പരിഹാരതലമുണ്ട്. നമ്മൾ വീട്ടേണ്ടതായ കടങ്ങളുടെ ഒരു തലം, അതാണ് പാപക്കടം എന്ന വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. കടം, പാപത്തിൻ്റെ ഫലമായി വരുന്ന കടം. ഇതിന് മറ്റൊരു വാക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രമരാഹിത്യം. പാപമോചനം സ്വീകരിച്ചതിന് ശേഷവും ക്രമരാഹിത്യം നിലനിൽക്കുന്നു. ക്രമരാഹിത്യം എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ ഒന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കാം. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ അയൽവാസിയുമായി ശത്രുതയിലാണെന്ന് കരുതുക. അപ്പോൾ അദ്ദേഹം വീട്ടിലില്ലാത്ത സമയത്ത് കുറേ കല്ലുവാരി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേൽ ഞാൻ എറിഞ്ഞു. അപ്പോൾ ഓടെല്ലാം പൊട്ടി, അല്ലെങ്കിൽ ജനൽച്ചില്ലുകളെല്ലാം തകർന്നു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ ചെയ്തുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു വിഷമം, ചെയ്യണ്ടായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ. അപ്പോൾ എനിക്ക് ഒരു അനുതാപം ഉണ്ടാകുന്നു, പശ്ചാത്താപം ഉണ്ടാകുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന കുമ്പസാരം അനുദപിച്ച് പാപങ്ങളൊക്കെ ഏറ്റുപറയുന്നു. ഈശോ എൻ്റെ പാപം ക്ഷമിക്കുമോ? തീർച്ചയായിട്ടും അനുദപിച്ച് പാപം ഏറ്റുപറഞ്ഞാൽ ഈശോ പാപം ക്ഷമിക്കും. പക്ഷേ ഈ തകർന്ന ഓടും പൊട്ടിയ ചില്ലും ഒക്കെ അതുപോലെ തന്നെ നിൽക്കുകയാണ്, അത് മാറിയിട്ടില്ല, അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതാണ് ക്രമരാഹിത്യം. ഈ ക്രമരാഹിത്യം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഒരാളെ തല്ലി എന്ന് വിചാരിക്കുക, അയാളുടെ കൈ ഒടിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് എനിക്കതിനെപ്പറ്റി അനുതാപവും പശ്ചാത്താപവും ഒക്കെ ഉണ്ടായി. ഞാൻ അനുദപിച്ച് ഹൃദയം നുറുങ്ങി കുമ്പസാരിച്ചു, അല്ലെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അനുദപിച്ച് ഏറ്റുപറഞ്ഞതുകൊണ്ട് ഈശോൻ്റെ പാപമൊക്കെ ക്ഷമിച്ചു. പക്ഷേ ഈ ഒടിഞ്ഞ കൈ ഇപ്പോഴും മാറിയിട്ടില്ല, അത് കൂടിയിട്ടില്ല, ആ മുറിവ് ഉണങ്ങിയിട്ടില്ല, അത് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഇതാണ് ക്രമരാഹിത്യം. മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കുമ്പസാര ശേഷവും നമ്മിൽ ക്രമരാഹിത്യം, അല്ലെങ്കിൽ കടം, അല്ലെങ്കിൽ വേറൊരു വാക്കും കൂടെ തിരുസഭാ മാതാവ് മതബോധന ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ വേണമെങ്കിൽ കാലിക ശിക്ഷ എന്ന് പറയാം. കാലിക ശിക്ഷ, അങ്ങനെ ഒരു പദം കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ പരിഹരിക്കാൻ, ജീവിതകാലത്ത് തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. പരിഹരിക്കുന്നില്ല എങ്കിൽ, കടങ്ങൾ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ, അങ്ങനെ മരിക്കുന്ന വ്യക്തികൾ മരണാനന്തരം ഒരു ശുദ്ധീകരണ അവസ്ഥയിലേക്ക് പോകേണ്ടതായിട്ട് വരും, ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മിലെ അനുദിന ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയും സംഭവിക്കുന്ന ലഘുപാപങ്ങൾ, അതും ഇതുപോലെ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ട് വരും. മാരകപാപങ്ങളാണെങ്കിൽ പാപമോചനം കിട്ടിയതിന് ശേഷം അവശേഷിക്കുന്ന കടം, പാപത്തിൻ്റെ കടം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണങ്ങൾ ഓർക്കുക. നമ്മളായിട്ട് നടത്തേണ്ട പരിഹാരങ്ങൾ ഇത് നടത്തിയില്ലെങ്കിൽ ബാക്കി നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം വീട്ടാൻ വേണ്ടി മരണാനന്തരം ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മരണയോർമ്മ ആചരിക്കുന്ന, മരിച്ചവരെയൊക്കെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മാസം കൂടെയാണ് നവംബർ മാസം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർ, അവരുടെ ജീവിതകാലത്ത് അറിഞ്ഞു അറിയാതെയോ സംഭവിച്ചു പോയ ചില വീഴ്ചകൾ, കുറവുകൾ, പോരായ്മകളൊക്കെ ഉണ്ട്. അതിന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളാൽ പറ്റുന്ന വിധത്തിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം. ഇന്നലെ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സ്നേഹപ്രവൃത്തിയാണ്. 2, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഈ മൂന്നാമത്തെ കാര്യം, ഇന്നലത്തേതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം, എത്ര നാളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയൊരു വ്യക്തിക്ക് വേണ്ടി എത്ര ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം? എന്താണ് സഭയുടെ ഒരു ദിവസക്കണക്ക് പറഞ്ഞാൽ എത്രയായിരിക്കും അത്? 7-ൻ്റെ അന്ന് വരെയാണോ, 41 വരെയാണോ, ആണ്ട് വരെയാണോ? അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ദിവസമോ ആഴ്ചയോ മാസമോ വർഷമോ അങ്ങനെ വല്ല കണക്കുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. മരണം വരെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മരണം വരെ മരിച്ചുപോയ സകലർക്കും വേണ്ടി, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം, ഒരാൾ എത്ര നാൾ ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഊഹിക്കുന്നതിനേക്കാളും നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും അധികം കാലാവധി ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം.
നമ്മുടെ മനസ്സിലൊരു ധാരണ കാണും, ഏകദേശം ഇത്ര നാൾ ഇത്ര ദിവസത്തിലൊക്കെ കഴിഞ്ഞ ആൾ ശുദ്ധീകരണം പൂർത്തിയായി പോയി കാണുമെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കാം. പക്ഷെ നമ്മുടെ എല്ലാ ഊഹങ്ങൾക്കും സങ്കല്പങ്ങൾക്കും അതീതമാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മരണം വരെയും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഒരു സംഭവം പറയാം. വിശുദ്ധ പേദ്രോ പിയോ ശുദ്ധീകരണാത്മാക്കളുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ദർശനങ്ങൾ, വെളിപ്പെടുത്തലുകൾ ഒക്കെ ഉള്ള ഒരു വിശുദ്ധനാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നൊരു സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു ദിവസം പരിശുദ്ധ ബലി, വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുർബാന അർപ്പണം തീരുന്നതോടുകൂടെ ശുദ്ധീകരണം പൂർത്തിയായി സ്വർഗത്തിലേക്ക് പോകുന്നൊരു വ്യക്തി, ശുദ്ധീകരണാത്മാവ് ശുദ്ധീകരണം കഴിഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഇതാ അദ്ദേഹത്തിൻ്റെ മുൻപിൽ അദ്ദേഹത്തിന് കാണപ്പെടാണ്. എന്നിട്ട് അദ്ദേഹത്തോട് നന്ദി പറയാണ്, വിശുദ്ധ പേദ്രോപ്പിയോട് നന്ദി പറയാണ്. ഇന്ന് അങ്ങർപ്പിച്ച ഈ വിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാൽ രക്ഷ പ്രാപിച്ച ഒരു ആളാണ്, ഒരു വ്യക്തിയാണ് ഞാൻ. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തെ തന്നെ വെളിപ്പെടുത്തി പേരൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ സന്തോഷ വാർത്ത അങ്ങയുടെ സുഹൃത്തും എൻ്റെ മകനുമായ വൈദികനോട്, ഒരു അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ അച്ഛനോട് ഈ കാര്യം ഒന്ന് പോയി പറയണം. അങ്ങനെ പേദ്രോ പിയോ കുർബാനയർപ്പണം കഴിഞ്ഞ് ഈ വൈദികനെ കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തോട് കാര്യം പറയുന്നു. അങ്ങയുടെ അപ്പച്ചൻ ഇന്ന് ശുദ്ധീകരണം പൂർത്തിയായി സ്വർഗത്തിലേക്ക് പോയി. ഈ സന്തോഷവാർത്ത അങ്ങയെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സന്തോഷവാർത്ത കേട്ട് ഈ അച്ഛൻ, ഈ വൈദികൻ വാവിട്ട് കരയാണ്. അതെന്തിനാ? ഒരു സന്തോഷവാർത്ത കേട്ടാൽ സന്തോഷിച്ചാൽ പോരെ, കരയേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം കരഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 25-ലധികം വർഷങ്ങളായിരുന്നു. അപ്പോൾ മരിച്ചിട്ട് ആദ്യ ദിവസങ്ങളിൽ, ആഴ്ചകൾ, മാസങ്ങളൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പച്ചന് വേണ്ടി. കുർബാന അർപ്പിക്കുന്നു, അപ്പച്ചനെ എല്ലാ ബലിയിലും ഓർക്കുന്നു, ഒപ്പീസൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു, ത്യാഗങ്ങൾ, സഹനങ്ങളൊക്കെ ഈ അപ്പന് വേണ്ടി സമർപ്പിക്കുന്നു. ഇങ്ങനെ ശക്തമായിട്ട് തന്നെ, അപ്പന് ഒരുപാട് സ്നേഹമുള്ള മകനാണ്. ഒത്തിരി കാര്യമായിട്ട് അപ്പന് വേണ്ടി ഈ മകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ വൈദികൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ പതുക്കെ മറക്കാൻ തുടങ്ങും. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും, ചങ്കിൻ്റെ ചങ്ക്, പ്രാണൻ്റെ പ്രാണൻ എന്നൊക്കെ നമ്മൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരു വ്യക്തി മരിച്ചു പോയി കഴിയുമ്പോൾ നമുക്കൊരു 5-6 മാസക്കാലം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥയുണ്ട്, ഒരു മാനസികാവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോയി കഴിയുമ്പോൾ ഒരു 5-6 മാസം മനസ്സനുഭവിക്കുന്നൊരു വല്ലാത്തൊരു വിങ്ങലുണ്ട്. അതേ അവസ്ഥയിലായിരിക്കുമോ ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ? അതൊരിക്കലും ആകില്ല. നമ്മുടെ മനസ്സതിനോട് പൊരുത്തപ്പെടും. മനസ്സതിനെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കും. പതുക്കെ അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് മനസ്സ് ശ്രമിക്കും. മനസ്സതിനോട് പൊരുത്തപ്പെടും. മനസ്സിൻ്റെ പ്രത്യേകത അത. അല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ കൂട്ടത്തിൽ ഒരു അപകടം ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥിക്കാനും ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. പ്രാർത്ഥിക്കാൻ ഒരിക്കലും മറക്കരുത്. കാരണം എത്ര നാൾ ഈ ശുദ്ധീകരണാവസ്ഥയിൽ ആയിരിക്കേണ്ടി വരും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ വൈദികൻ കരഞ്ഞതിൻ്റെ കാരണം അതാണ്. താനൊരു പുരോഹിതനായിട്ട് പോലും, അതും എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നൊരു വൈദികനാണ്, സ്വന്തം അപ്പൻ്റെ ആത്മാവിനെ പോലും, അതും 25ഓളം വർഷങ്ങളായി ശുദ്ധീകരണമൊക്കെ പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് എത്തിക്കാൻ തൻ്റെ ഈ പൗരോഹിത്യ ജീവിതം കൊണ്ട്, പ്രാർത്ഥനാ ജീവിതം കൊണ്ട് സാധിച്ചില്ലല്ലോ. ഈ ഒരു വേദനയോടെയാണ് അദ്ദേഹം കരഞ്ഞതും അദ്ദേഹം നിലവിളിച്ചതും. പറഞ്ഞു വന്നതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ശുദ്ധീകരണാവസ്ഥയിൽ ഒരു ആത്മാവ് ആയിരിക്കുന്ന കാലാവധി നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഒരു വളരെ നല്ല രീതിയിലൊക്കെ ജീവിച്ചവരും, വിശുദ്ധിയിൽ ജീവിച്ചവരും, പുണ്യത്തിൽ ജീവിച്ചവരും, സുഹൃത്തിൽ ജീവിച്ചവരൊക്കെ ആയിരിക്കാം. പക്ഷെ ചെറിയ കുറവുകൾ, ചെറിയ പോരായ്മകളൊക്കെ അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറിയ കുറവുകൾ, ചെറിയ പോരായ്മകൾ, അത് മുഴുവൻ കടങ്ങളും വീട്ടാതെയാകാൻ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവുക. അതെല്ലാം പരിഹരിക്കപ്പെടുവോളം. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, സ്നേഹമല്ലാത്തതെല്ലാം ദഹിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലമെന്ന്. സ്നേഹമല്ലാത്തതൊക്കെ, ആത്മാവിൽ സ്നേഹമല്ലാതെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദഹിപ്പിക്കപ്പെടാതെ സ്വർഗരാജ്യ പ്രവേശനം നമുക്ക് സാധ്യമാവുകയില്ല. ഞാനിത് മനസ്സിലാകാൻ വേണ്ടി ഇതിനോട് ചേർത്ത് വെച്ച് ചില ഉദാഹരണങ്ങളൊന്ന് പറയാം. അതായത് ശുദ്ധീകരണം, നമ്മുടെയൊക്കെ ഒരു ധാരണ, നമ്മുടെ മനസ്സിൽ ഒരു ധാരണ കാണും, എത്ര നാളാണ് ഒരു ആത്മാവ് ശുദ്ധീകരിക്കപ്പെടേണ്ടി വരിക എന്നുള്ള ഒരു ധാരണ നമുക്ക് ചിലപ്പോൾ നമ്മുടേതായൊരു സങ്കല്പത്തിൽ ഒരു ധാരണയൊക്കെ ഉണ്ടാകാം. പക്ഷെ എല്ലാ സങ്കല്പങ്ങൾക്കും അതീതമാകാം യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി. ഒരു ദിവസം ഫൗസ്റ്റീന പുണ്യവതിക്ക് ഈശോയുടെ ഒരു വിഷൻ, ഒരു ദർശനം ഉണ്ടാകുന്നു. ഈശോ ഫൗസ്റ്റീന പുണ്യവതിയോട് ഇങ്ങനെ പറയാണ്, ഒരു സിസ്റ്ററെ, ആ കോൺവെൻറ്റിൽ തന്നെയുള്ളൊരു കന്യാസ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഈ സിസ്റ്റർ ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ 7 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നാൽ മതിയാവും. ഫൗസ്റ്റീനയ്ക്ക് ഭയങ്കര അത്ഭുതമായി, ആശ്ചര്യമായി.
കാരണം നല്ല വിശുദ്ധിയിലും പുണ്യത്തിലും സുഹൃതത്തിലും നന്മയിലും ജീവിക്കുന്ന നല്ലൊരു സിസ്റ്ററാണ്. 7 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ മാത്രം എന്ത് കുറവാണ്, എന്ത് പോരായ്മയാണ് ഈ സിസ്റ്ററിലുള്ളത്? ഇതാണ് ഫൗസ്റ്റീനയ്ക്ക് വന്ന ഡൗട്ട്. അപ്പോൾ ഈശോയോട് ചോദിച്ചു എന്താ കാരണമെന്ന്. അപ്പോൾ ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ സിസ്റ്റർ നൊവിഷ്യേറ്റിലായിരുന്ന സമയത്ത്, നൊവിഷ്യേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് മനസ്സിലാകണമെന്നില്ല, ഈ സന്യാസ പരിശീലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വർഷങ്ങളാണ് നവസന്യാസം അല്ലെങ്കിൽ നൊവിഷ്യേറ്റ് കാലഘട്ടം. സന്യാസത്തിൻ്റെ ബാലപാഠങ്ങളൊക്കെ പരിശീലിക്കുന്ന, പരമാവധി സമയം മൗനത്തിലും ഏകാന്തതയിലും ഒക്കെ ആയിരുന്നു വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ശക്തിപ്പെടുന്ന, അതിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ ആഴത്തിൽ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി അകന്നു നിന്നിട്ടുള്ളൊരു അങ്ങനെ ഒരു കാലഘട്ടമാണ് ഈ നവസന്യാസ കാലഘട്ടം. സന്യാസ പരിശീലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെ നൊവിഷ്യേറ്റിലായിരുന്ന ആ കാലഘട്ടത്തിൽ ഈ സിസ്റ്റർ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം വിശുദ്ധ കുർബാന മധ്യേ പാടാനുള്ള പാട്ടുകൾ പഠിക്കാൻ വേണ്ടി കുറച്ച് നേരമുണ്ട്. അങ്ങനെ പാട്ട് പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സിസ്റ്റർ അറിയാതെ കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ ഉറങ്ങിയതുകൊണ്ട് 7 ദിവസം ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നാണ് ഈ സിസ്റ്ററെ കുറിച്ച് ഈശോ ഫൗസ്റ്റീനയോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമുക്കിത് കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നാം, അത്ഭുതം തോന്നാം, ആശ്ചര്യം തോന്നാം, അവിശ്വസനീയത തോന്നാം. ഇത്രയും നിസ്സാരമായ കാര്യത്തിന് ഇത്രയധികം നാളുകളൊക്കെ ശുദ്ധീകരിക്കപ്പെടേണ്ടി വരുമോ? അപ്പോൾ അതിൻ്റെ പുറകിലെ കാരണം അല്ലെങ്കിൽ അതിൻ്റെ പുറകിലെ ഒരു ന്യായം എന്താണ് എന്ന് കൂടെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് വേറൊരു സംഭവം കൂടെ ഒന്ന് പറയാം. വിശുദ്ധ പേദ്രോ പിയോ, അദ്ദേഹം ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ശുദ്ധീകരണാത്മാവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് മുൻപിൽ കാണപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ നൊവിഷ്യേറ്റ് കാലഘട്ടത്തിൽ അവിടെ വെച്ച് മരിച്ചുപോയ ഒരാളാണ്, ഒരു നവസന്യാസി ആയിരിക്കും മരിച്ചുപോയ ആളാണ്. അപ്പോൾ ഇദ്ദേഹം മരിച്ചിട്ട് ഇദ്ദേഹത്തിന് 15 ദിവസം ശുദ്ധീകരണം വിധിക്കപ്പെട്ടിരിക്കുക അത്രേ. അപ്പോൾ അതിൻ്റെ കാരണം കൂടെ അദ്ദേഹം പാദ്രി പിയോട് പറയുന്നു. കാരണം ഇതാണ്, അദ്ദേഹം നൊവിഷ്യേറ്റിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് 1 മാസ കാലയളവ് അല്ലെങ്കിൽ കുറച്ച് നാൾ ഇങ്ങനെ ജോലികൾ ഇങ്ങനെ മാറി മാറി കിട്ടും. ഓരോ ഡ്യൂട്ടീസ് ഇങ്ങനെ ഈ ഭവനവുമായി ബന്ധപ്പെട്ട ജോലികൾ ഇങ്ങനെ മാറി മാറി ഓരോ മാസം കൂടുമ്പോൾ കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തവണ ലഭിച്ചത് അൾത്താരയുമായി ബന്ധപ്പെട്ട ജോലിയാണ്. അൾത്താരയിൽ പൂക്കൾ വയ്ക്കുക, തിരികൾ കത്തിച്ച് വയ്ക്കുക, അൾത്താര വിരിയൊക്കെ മാറ്റുക, അതുപോലെ ഇങ്ങനെയുള്ള അൾത്താരയുമായി ബന്ധപ്പെട്ട ജോലി 1 മാസം അദ്ദേഹം ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ദിവ്യകാരുണ്യ ഈശോയെ അൾത്താരയിൽ എഴുന്നള്ളിച്ച് വെച്ചിരുന്നു. അതിന് മുന്നിലൂടെ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോയപ്പോൾ അലക്ഷ്യമായിട്ട് നടന്നു നീങ്ങി, എന്ന് വെച്ചാൽ വണങ്ങാൻ മറന്നു. അപ്പം അതിന് അദ്ദേഹത്തിന് 15 ദിവസം ശുദ്ധീകരണം വിധിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പേദ്രോ പിയോയോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ വീണ്ടും നമുക്ക് അമ്പരപ്പ് തോന്നാം, അത്ഭുതം തോന്നാം, ആശ്ചര്യം തോന്നാം. ഇങ്ങനെയൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം എന്തായിരിക്കും? നമുക്കൊക്കെ എന്തെല്ലാം കുറവുകൾ, പോരായ്മകൾ ഒരു ദിവസം അറിഞ്ഞും അറിയാതെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അറിയാതെ തന്നെ സംഭവിക്കുന്ന എത്രയോ കാര്യങ്ങൾ, അറിഞ്ഞു തന്നെ സംഭവിക്കുന്ന എത്രയോ പാപമേഖലകൾ. ഇതിനൊക്കെ ഇത്രയധികം നാളുകൾ ശുദ്ധീകരണമൊക്കെ ആവശ്യമായിട്ട് വരുമോ? ഒരു ന്യായമായ ചോദ്യമാണ്, ന്യായമായ സംശയമാണ്. അപ്പം അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സ്വർഗത്തോളം വിശുദ്ധി പ്രാപിക്കേണ്ടതുണ്ട്. ദൈവത്തിൽ ചെന്ന് ചേരാൻ ദൈവത്തോളം പരിശുദ്ധി പ്രാപിക്കേണ്ടതുണ്ട്. അങ്ങനെ ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്വർഗത്തിൽ ചെല്ലാൻ സ്വർഗത്തോളം വിശുദ്ധി പ്രാപിക്കണം, ദൈവത്തിൽ ചെന്ന് ചേരാൻ ദൈവത്തോളം പരിശുദ്ധി പ്രാപിക്കണം എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ആശയം വ്യക്തമാകുന്ന വചനം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഈശോ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകുവിൻ. അഥവാ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരാകുവിൻ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ, ഒരുപക്ഷെ അസാധ്യമെന്ന് തോന്നാകാവുന്ന ഒരു ടാർജറ്റ്, ഒരു ലക്ഷ്യമാണ് ഈശോ വെച്ചിരിക്കുന്നത്. അതായത് സ്വർഗീയ പിതാവിനെ പോലെ പരിശുദ്ധരാവുക, സ്വർഗീയ പിതാവിനെ പോലെ പരിപൂർണരാവുക. ഇത് സാധ്യമാണോ? അതായത് ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വിശുദ്ധനെയോ വിശുദ്ധയോ ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോ പറയാണ് അദ്ദേഹത്തെ പോലെ ആവണം കേട്ടോ. നമ്മുടെ ഭാരത സഭയിൽ വിശുദ്ധര്, ചാവറ പിതാവ്, നിങ്ങളുടെ നാട്ടിലൊരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ചാവറ പിതാവ്, അദ്ദേഹത്തെ പോലെ വിശുദ്ധനാകണം. അല്ലെങ്കിൽ അൽഫോൻസാമ, അല്ലെങ്കിൽ യൂപ്രാസ്യാമ, അല്ലെങ്കിൽ മറിയം ത്രേസ്യാമ, ഇവരെ പോലെയൊക്കെ ആകണം, നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള വിശുദ്ധരാണ്, ഇവരെ പോലെ ആകണമെന്ന് ഈശോ നമ്മളോട് പറഞ്ഞാൽ നമുക്കൊന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ഈശോ നമ്മളോട് പറഞ്ഞത് സ്വർഗീയ പിതാവിനെ പോലെ പരിശുദ്ധരാകാനാണ്, സ്വർഗീയ പിതാവിനെ പോലെ പരിപൂർണരാകാനാണ്. ഇത് സാധ്യമായൊരു കാര്യമാണോ? ഏതെങ്കിലും ഒരു മനുഷ്യന് സാധ്യമാണോ? അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ഇത് സാധ്യമല്ലെങ്കിൽ, ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാ ഈശോ ഇങ്ങനൊരു ഒരു കൽപ്പന നമുക്ക് തന്നത്, ഇങ്ങനൊരു നിർദ്ദേശം നമ്മുടെ മുൻപിൽ വെച്ചത്? ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ടും പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഈശോ ഇത് ആവശ്യപ്പെടും.
അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, ഇത് സാധ്യമാകേണ്ട കാര്യമാണ്, നിർബന്ധമായിട്ട് സാധ്യമാകേണ്ട കാര്യമാണ്. എന്നാൽ ഓർക്കുക, അതൊരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പരിശ്രമം കൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല. നേരെ മറിച്ച് ഈശോയുടെ പരിഹാര ബലിയുടെ യോഗ്യത കൂദാശകളിലൂടെ സ്വീകരിച്ച് പ്രാർത്ഥനാ ജീവിതം വഴി ഈശോയുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് അങ്ങനെ നമ്മൾ പരിപൂർണരാവുക എന്നുള്ളതാണ്. അങ്ങനെ പരിപൂർണരാകുമ്പോഴാണ് സ്വർഗരാജ്യ പ്രവേശനം നമുക്ക് സാധ്യമാവുക. ഇപ്പോൾ ഭൂമിയിൽ വെച്ചത് സാധ്യമാകാതെ വരുമ്പോൾ, കടങ്ങളുടെ പൊറുതി പൂർണ്ണമായി നേടിയെടുക്കാൻ പറ്റാതെയാണ് മരിക്കുന്നതെങ്കിൽ മരിക്കുന്ന നിമിഷം തന്നെ നമ്മൾ ശുദ്ധീകരണാവസ്ഥയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ശുദ്ധീകരണം പൂർത്തിയാകുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുക. ഈ വിധത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ചെറുതെന്നും ഏറ്റവും നിസ്സാരമെന്നും കരുതുന്ന കാര്യത്തിന് പോലും ഒരു ശുദ്ധീകരണം നമ്മിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ഇനിയും ഈ ശുദ്ധീകരണത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സംശയം നമ്മുടെ ഉള്ളിൽ വന്നേക്കാം. ഒരു ന്യായമായൊരു സംശയം നമ്മുടെ ഉള്ളിൽ വന്നേക്കാം. അതായത് ദൈവം അപ്പോൾ കരുണാമയനാണ്, ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യന് ഇത്രയും വലിയൊരു വേദനയിലൂടെ ശുദ്ധീകരണാവസ്ഥയിലൂടെ കടത്തിവിടുന്നത്? അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹമെന്ന് വിളിക്കാൻ പറ്റുമോ? ദൈവത്തെ കരുണയെന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? ദൈവം സ്നേഹവും കരുണയാണെങ്കിൽ കരുണയുള്ളവരാരും നമ്മളെ തീയിലിട്ട് ചുടുകയൊന്നും ചെയ്യില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു സ്നേഹത്തിലൂടെ കടത്തി വിടില്ലല്ലോ. അപ്പോൾ ദൈവത്തെ എങ്ങനെ നമുക്ക് സ്നേഹം എന്ന് വിളിക്കാൻ പറ്റും? ദൈവത്തെ എങ്ങനെ നമുക്ക് കരുണ എന്ന് വിളിക്കാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ ഇതിൻ്റെ ഈ ശുദ്ധീകരണത്തിൻ്റെ ഒരു ന്യായം മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, യഥാർത്ഥത്തിൽ ശുദ്ധീകരണം ദൈവത്തിൻ്റെ ശിക്ഷയാണോ അതോ ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയാണോ? ദൈവത്തിൻ്റെ ശിക്ഷയാണോ ദൈവത്തിൻ്റെ കരുണയാണോ? നിങ്ങൾ വെറുതെ മനസ്സിലൊരു ഉത്തരം കാണാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷയും അല്ല, ദൈവത്തിൻ്റെ കരുണയും അല്ല. പിന്നെ എന്താണ് ശുദ്ധീകരണം? അത് നമുക്ക് മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. ആരംഭത്തിൽ നമ്മളതിൻ്റെ നിർവചനം പറഞ്ഞിരുന്നു. ഇനി അതിനെ ഒന്ന് കുറേ കൂടെ ഉൾക്കൊള്ളാൻ അതിൻ്റെ ന്യായം എന്താണ് നമുക്കൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. അതായത് ഇപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് ഒരു 12 മണി നേരത്ത് കത്തിജ്വലിക്കുന്ന സൂര്യനെ 2 കണ്ണുകളും തുറന്ന് എത്ര സമയം നമുക്ക് നോക്കി നിൽക്കാനായിട്ട് സാധിക്കും? നമുക്ക് നോക്കി നിൽക്കാൻ സാധിക്കില്ല. അര സെക്കൻഡ് പോലും നമുക്ക് സാധിക്കില്ല. കാരണം എന്താ? നമ്മുടെ കണ്ണുകൾക്ക് സൂര്യപ്രകാശത്തെ താങ്ങാനുള്ള കഴിവില്ല. ഇനി ഓർക്കുക, ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നക്ഷത്രം. ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. മില്യൻ അല്ല, ബില്യൻ അല്ല, ട്രില്യൺ നക്ഷത്രങ്ങളുണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങൾ. അത്തരം നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ. എന്ന് മാത്രമല്ല, സൂര്യനേക്കാൾ അനേക മടങ്ങ് വലുപ്പമുള്ള, അനേക മടങ്ങ് പ്രകാശമുള്ള ഒത്തിരി നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സൂര്യൻ എന്ന് പറയുന്ന ഈ കൊച്ചു നക്ഷത്രം, അതും ഭൂമിയിൽ നിന്ന് ഇത്രയും അകലെ നിൽക്കുന്ന ഈ കുഞ്ഞു നക്ഷത്രത്തെ ഇത്രയും ദൂരെ നിന്നുകൊണ്ട് 2 കണ്ണും തുറന്നൊരു അര സെക്കൻഡ് നേരം നോക്കാനുള്ള ശേഷി നമുക്കില്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 100,000 സൂര്യഗോളങ്ങളെക്കാൾ പരിശുദ്ധിയുടെ പ്രകാശവുമായി നിൽക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ അഴുക്കുപിടിച്ച ആത്മാവുമായി, പാപത്തിൻ്റെ അഴുക്കുപിടിച്ച ആത്മാവുമായി ഞാൻ എങ്ങനെ ചെന്ന് നിൽക്കും? ആർക്കാണ് ബുദ്ധിമുട്ട്? എനിക്കാണോ അതോ കർത്താവിനാണോ? കർത്താവിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ട് നമുക്കാണ്. നമ്മൾ ആഗ്രഹിക്കും ഒരു ശുദ്ധീകരണം. ഇപ്പം നമ്മൾ സൂര്യനിലേക്ക് നോക്കുമ്പോൾ സൂര്യന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ആർക്കാണ്? നമുക്കാണ്. നമുക്ക് നോക്കാൻ പറ്റില്ല. ഞാനിതൊരു മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഈശോ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ ഒരു അർത്ഥത്തിൽ എടുക്കണ്ട. കാര്യം ഒന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കുക. അതായത് ഈ അഴുക്കുമായി നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പാപത്തിൻ്റെ അഴുക്കുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ കടഭാരങ്ങളുടെ അഴുക്കുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ, കർത്താവ് എന്ന മഹാപരിശുദ്ധിയുടെ വെളിച്ചത്തിൻ്റെ മുൻപിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഒരു ശുദ്ധീകരണം. ഞാനൊരു ഉദാഹരണത്തിലൂടെ അതൊന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കാമെന്ന് കരുതുക. വീട്ടിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ പറമ്പിൽ ഇങ്ങനെ ജോലി ചെയ്ത് നിൽക്കാമെന്ന് കരുതുക. രാവിലെ തുടങ്ങിയ അധ്വാനമാണ്. അപ്പോൾ ആകെ വിയർപ്പിലൊക്കെ മുങ്ങി അഴുക്കും ചെളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശരീരം മൊത്തം വിയർപ്പ് കാരണം അതിൻ്റെ ദുർഗന്ധമൊക്കെ ഉണ്ട്. അപ്പോഴാണ് വീട്ടിൽ നിന്ന് മകൻ അല്ലെങ്കിൽ മകൾ ഉറക്കെ വിളിക്കുകയാണ്, അപ്പാ അമ്മേ ഓടിവാ എന്ന് പറയാം. നമ്മൾ എന്താണാവുമെന്ന് വിചാരിച്ചിട്ട് ഓടി ചെല്ലുന്നു. അങ്ങനെ ഓടി ചെല്ലുമ്പോൾ ഇതാ അവിടെയും നമ്മുടെ രൂപതാധ്യക്ഷൻ വന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പള്ളിയിൽ എന്തോ കാര്യത്തിന് വേണ്ടി വന്നു. അപ്പോൾ എന്തോ കാര്യത്തിന് ഇതാ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ പറയാതെ വന്നത് എന്ന് വിചാരിക്കുക. വെറുതെ ഒരു ഉദാഹരണം പറയുകയാണ്. രൂപതാധ്യക്ഷൻ എന്ന് പറഞ്ഞൊരു ബിഷപ്പ്, ഒരു മെത്രാൻ വന്നിരിക്കുക എന്ന് കരുതുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഒരു അവസ്ഥ. നമുക്കാണെങ്കിൽ മെത്രാനാണെങ്കിൽ ചെന്ന് മുട്ടുകുത്തി മോതിരം ചുംബിച്ച് ആശീർവാദം മേടിച്ച് അങ്ങനെയാണ് നമ്മൾ മെത്രാനെയൊക്കെ സ്വീകരിക്കുക. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താണ്? ആകെ അഴുക്കിലാണ്, ചെളിയിലാണ്, വിയർപ്പ് മുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക്
ചെല്ലാനും വയ്യ, ചെല്ലാതിരിക്കാനും വയ്യ. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? വല്ലോണം പോയി 2 ബക്കറ്റ് വെള്ളം തലയെക്കൂടെ കമത്തി കൊള്ളാവുന്നൊരു നല്ല ഡ്രസ്സ് ഇട്ട് ഓടി വരിക, എന്നിട്ട് പിതാവിനെ സ്വീകരിക്കുക. ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുക? അതെ, ഇതാണ് ആഗ്രഹിക്കുക. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വിധത്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദൈവമെന്ന മഹാപരിശുദ്ധിയുടെയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ തന്നെ നമ്മിലെ കുറവും പോരായ്മയും പരിഹരിക്കപ്പെടാൻ ആഗ്രഹിച്ചു പോകും. ഇതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അത് വിശുദ്ധ ജത്രൂദിൻ്റെ അനുഭവക്കുറിപ്പുകളിലാണ്. ജത്രൂദിൻ്റെ ജീവചരിത്രത്തിൽ വായിക്കുന്നൊരു സംഭവമാണ്. അതെങ്ങനെയാണ്? ജത്രൂദ് ഒരു സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു സിസ്റ്റർ, മരിച്ചുപോയൊരു സിസ്റ്റർ സ്വർഗത്തിൻ്റെ കവാടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈശോ ആ വ്യക്തിയെ സ്വീകരിക്കാൻ കൈനീട്ടി നിൽക്കുന്നു. പക്ഷേ ആ വ്യക്തിയാണെങ്കിൽ തലയും കുമ്പിട്ട് നിൽക്കുക, ഈശോയെ നോക്കുന്നില്ല, ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നുമില്ല. അപ്പോൾ ജത്രൂദ് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയാണ്, മോളെ എന്താ നീ തലയും കുമ്പിട്ട് നിൽക്കണം, ഈശോയുടെ അടുത്തേക്ക് ചെല്ല്, ഈശോയുടെ അടുത്തേക്ക് ചെല്ല്, ഈശോയെ നോക്ക്. പക്ഷേ ആ വ്യക്തി എന്ത് ചെയ്താൽ നോക്കുന്നില്ല. കുറേ കഴിഞ്ഞ് അപ്പോൾ ജത്രൂദ് ഇവിടുന്ന് കാണുന്ന കാഴ്ച ഇതാണ്. ഒത്തിരി വിശുദ്ധിയും പുണ്യവും സുഹൃതവും നിറഞ്ഞ മഹത്വത്തിൻ്റെ തേജോമയമായ വെള്ളവസ്ത്രം ധരിച്ച്, പ്രകാശിതമായ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ജത്രൂദിന് കാണാൻ സാധിക്കുക. എന്നാൽ ആ വ്യക്തി തിരിഞ്ഞിട്ട് ജത്രൂദിനോട് പറയാണ്, ആ മഹാപരിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടാൻ പലതും ഉണ്ട് എന്നിൽ. ആ മഹാപരിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടാൻ പലതും ഉണ്ട് എന്നിൽ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി നേരെ ശുദ്ധീകരണാവസ്ഥയിലേക്ക് പോകാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ജത്രൂദിനുണ്ടായ ഒരു വിഷൻ എന്ന നിലയിലാണ് നമ്മൾ വായിക്കുന്നത്, ഒരു ദർശനം, ഒരു കാഴ്ച. എന്നാലൊരു പക്ഷേ ചിലപ്പോൾ അതൊരു കഥയുമാകാം. ഒരു കഥ എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി, ഒരാശയം വ്യക്തമാക്കാൻ വേണ്ടി പറയുന്ന കഥയാകാം, അല്ലെങ്കിൽ സംഭവമാകാം. രണ്ടാണെങ്കിലും നമുക്ക് ഒരു ആശയം നമുക്കിങ്ങനെ ഉൾക്കൊള്ളാം. ആശയം ഇതാണ്, അതായത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സ്വർഗത്തോളം വിശുദ്ധി ആവശ്യമുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ സ്വർഗത്തോളം വിശുദ്ധി ആവശ്യമുണ്ട്. അപ്പോൾ അത് വിശുദ്ധീകരിക്കപ്പെടാതെ എന്തെങ്കിലും ബാക്കി നിൽക്കുകയാണെങ്കിൽ അത് വിശുദ്ധീകരിക്കപ്പെടാൻ കർത്താവ് നൽകുന്നൊരു അവസരമായി, മരണത്തിനപ്പുറത്തുള്ളൊരു അവസരമായി നമുക്ക് ശുദ്ധീകരണത്തെ മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു തലം ശുദ്ധീകരണ സ്ഥലത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അത് ദൈവത്തിൻ്റെ നീതിയാണ്. ഇത് ഫൗസ്റ്റീനയോട് ഈശോ പറയുന്നുണ്ട്. ഫൗസ്റ്റീനയുടെ ഡയറി നമ്പർ 20 നമ്മൾ വായിക്കുന്നൊരു കാര്യം ഇതാണ്. ഫൗസ്റ്റീനയെ ഈശോ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ശുദ്ധീകരണാത്മാക്കളുടെ സഹനവും വേദനയൊക്കെ കണ്ട് ഫൗസ്റ്റീന ഇങ്ങനെ വിഷമിച്ച്, ഈശോയോടൊന്നും പറഞ്ഞില്ല, ദയനീയമായിട്ട് ഈശോയെ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈശോയെ നോക്കുമ്പോൾ ഈശോ ഫൗസ്റ്റീനയോട് പറയാണ്, മോളെ, എൻ്റെ കരുണ ഇത് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എൻ്റെ നീതി എന്നോട് ഇത് ആവശ്യപ്പെടുന്നു. എൻ്റെ കരുണ ഇത് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എൻ്റെ നീതി എന്നോട് ഇത് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലം ദൈവത്തിൻ്റെ നീതിയാണ്. എല്ലാവർക്കും നീതി കിട്ടാൻ ഇങ്ങനൊരു പ്രതിഭാസം ആവശ്യമാണ് എന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് മരിക്കുന്ന സമയത്ത് പാപവും കടവും ഇല്ലാതെയാണ് മരിക്കണമെങ്കിൽ മരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പോകാം. പാപത്തിലാണ് മരിക്കണമെങ്കിൽ മരിക്കുമ്പോൾ തന്നെ നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. നേരെ മറിച്ച് പാപമോചനം കിട്ടിയിട്ടുണ്ട്, പക്ഷേ കുറച്ച് കടങ്ങൾ ബാക്കി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ മരണത്തിനപ്പുറത്ത് ആ കടം വീട്ടാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഒരവസരമായി ശുദ്ധീകരണത്തെ നമുക്ക്, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ, എന്നാൽ ദ്രോഹിക്കപ്പെട്ട വ്യക്തികൾക്ക് നീതി കിട്ടണമെങ്കിൽ, എന്നാൽ ദ്രോഹിക്കപ്പെട്ട വ്യക്തികൾക്ക്, ഞാൻ കുമ്പസാരത്തിൽ പാപം ഏറ്റു പറഞ്ഞു, ഈശോ എൻ്റെ പാപം ക്ഷമിച്ചു, പക്ഷേ എൻ്റെ കടങ്ങൾ അഥവാ എന്നാൽ ദ്രോഹിക്കപ്പെട്ട വ്യക്തികൾക്ക് നീതി കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു നീതി കിട്ടുന്നതിന് വേണ്ടി എന്നിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നൊരു പരിഹാര തലമായി നമുക്ക് ആ രീതിയിൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള നമ്മുടെ കടമയെക്കുറിച്ച് നമ്മൾ മറക്കരുത്. നമ്മളുടെ മരണം വരെയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ ഊഹിക്കുന്നതിനേക്കാളും അധികം കാലാവധി ഒരു പക്ഷേ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. മരണം വരെ എല്ലാ ദിവസവും കുറച്ച് നേരം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക. ഈ തുടർന്ന് വരുന്ന ആരാധനയിൽ ശക്തമായിട്ട് നമുക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ നിയോഗങ്ങളോടൊപ്പം അവരെയും നമുക്ക് സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ അന്യഗ്രഹ
ലോകത്തിലൊരായിരം നാൾ വാഴ്വതേക്കാൾ എത്ര മോഹമേ. ആരാധന ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂ ഹല്ലേലൂയാ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ആരാധനയുടെ നിമിഷങ്ങളിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനകൾക്കും മറുപടിയായി ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. പാപിനിയായ മറിയം മഗ്ദലനയോട് പൊറുത്തവനും നല്ല കള്ളന്റെ അപേക്ഷ കൈക്കൊണ്ടവനുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. രക്ഷയ്ക്ക് പാത്രമായവരെ വിശേഷവിധിയായി കാത്തുരക്ഷിച്ച നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ സഹോദരന്മാർ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് രക്ഷിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഇഹത്തിൽ ആരും ഓർക്കുവാനും സഹായിക്കുവാനുമില്ലാത്ത സകല ആത്മാക്കൾക്കും കൃപ ചെയ്ത് അരുളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. മിശിഹ കർത്താവിന്റെ പക്കൽ യോഗ്യരായ സകലർക്കും തണുപ്പും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചരുളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. പാപത്താൽ അവർക്കുണ്ടായ ശിക്ഷയെ കുറച്ച് അരുളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. അവരുടെ നേരെയുള്ള ആശംസകൾ പൂർത്തിയാക്കുവാൻ ദയചെയ്ത് അരുളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. അവർ നിന്നെ പുകഴ്ത്തി ഉപകാരസ്തുതി നിനക്ക് അണയ്ക്കുന്നതിന് കൃപ ചെയ്ത് അരുളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി പ്രാർത്ഥിച്ച ആദിമ ക്രൈസ്തവ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മഹിമയുടെ സിംഹാസനത്തിൽ എഴുന്നള്ളുന്ന കർത്താവ്, മഹിമയണിഞ്ഞ് കർത്താവ് രണ്ടാം വരവിനായി ആഗതനാകുമ്പോൾ നമ്മുടെ സ്തുതികളും കീർത്തനങ്ങളും എല്ലാം കർത്താവിന് സമർപ്പിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളുമെല്ലാം കർത്താവിന് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്കൊരുങ്ങാം. കരങ്ങൾ രണ്ടും ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു 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 സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ആരാധന 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 ആരാധന. മാലാഖമാരോട് ചേർന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സകല വിശുദ്ധരോട് ചേർന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അപ്പസ്തോലന്മാരോടും സുവിശേഷകന്മാരോടും ചേർന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. രക്തസാക്ഷികളോട് ചേർന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ചേർന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. തിരുസഭയോട് ചേർന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. യേശുവേ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ
ഓ ദൈവമായ കർത്താവേ, നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്ത, കാതു കേട്ടിട്ടില്ലാത്ത സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകുവാൻ നീ ആഗതനാകുമ്പോൾ, നല്ലവനായ ഈശോയെ, മാലാഖമാരോട് ചേർന്ന് നിന്നെ സ്തുതിക്കുന്ന, സ്വർലോകവാസികളോട് ചേർന്ന് നിന്നെ സ്തുതിക്കുന്ന അനുഭൂതി വിശേഷത്തിലേക്ക്, സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ ക്രമീകരിക്കുവാനും ക്രമപ്പെടുത്തുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നല്ല കള്ളനോടൊപ്പം പറുദീസ അനുഭവിക്കുവാൻ വിവേകമതികളായ 5 കന്യകമാരെ പോലെ ആവശ്യത്തിന് വിളക്കിൽ എണ്ണ കരുതുവാൻ, സൽക്കർമ്മങ്ങളാകുന്ന, സൽപ്രവൃത്തികളാകുന്ന, ദാനധർമ്മങ്ങളാകുന്ന, കാരുണ്യ പ്രവൃത്തികളാകുന്ന എണ്ണ കരുതി വയ്ക്കുവാൻ, അങ്ങനെ മണവാളനായി അങ്ങേ എതിരേൽക്കുവാൻ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സ്വർഗ്ഗ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗ്ഗ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ. നിന്ന കഷ്ടത, പരിഹാസങ്ങൾ, ദുഷികളെല്ലാം തീരാൻ കാലമായി പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി, തേജസ്സോടെ നാം കാണാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാതിരാജനായ ഈശോയെ, മഹിമാപ്രതാപവാനായി അങ്ങ് എഴുന്നള്ളി വരുമ്പോൾ അങ്ങയെ സ്വീകരിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കുണ്ടാകുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ഈ നിമിഷം ക്രമീകരിക്കാൻ, ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ തിന്മകളും കർത്താവേ അവിടുന്ന് എടുത്തു മാറ്റണമേ. അഹങ്കാരം, അസൂയ, മോഹം, കോപം, കൊതി, അലസത, ദ്രവ്യാസക്തി, നിരാശ, കുറ്റബോധം, അപകർഷത, ആത്മഹത്യ ചിന്തകൾ എല്ലാം ഞങ്ങളിൽ നിന്ന് അങ്ങ് എടുത്തു മാറ്റണമേ. നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ നിർമ്മലരാക്കണമേ. നീ ശരീരത്തിൽ സഹിച്ച പാടുപീഡകളുടെ അനന്തമായ യോഗ്യതകളെ പ്രതി ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ. ഞങ്ങളോട് നീ അനുകമ്പ കാണിക്കണമേ. ഞങ്ങളോട് നീ അലിവ് കാണിക്കണമേ. ഗെത്സമേനിൽ വിയർപ്പായി ഒഴുകിയ തിരുരക്തമേ, ഞങ്ങളെ കഴുകണമേ, കഴുകി വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ കൽത്തോണിൽ കെട്ടപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടപ്പോൾ അസ്ഥിയിൽ നിന്ന് മാംസം ചിതറിത്തെറിച്ച് ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, ഞങ്ങളെ കഴുകണമേ, കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. തിരുശിരസിൽ മുൾക്കിരീടം ആഴ്ന്നിറങ്ങിയപ്പോൾ ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, ഞങ്ങളെ കഴുകണമേ, കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. കുരിച്ചെടുത്ത് കാകുൽത്താമലിലേക്ക് യാത്രയായപ്പോൾ ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, ഞങ്ങളെ കഴുകണമേ, കഴുകി വിശുദ്ധീകരിക്കണമേ, നിർമ്മലരാക്കണമേ. ഈശോയുടെ 2ാം വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഈശോയുടെ 2ാം വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. കൈകാലുകളിൽ ആണികളാൽ കുത്തി തുളയ്ക്കപ്പെട്ടപ്പോൾ, ചങ്കിൽ കുന്തത്താൽ കുത്തി തുളയ്ക്കപ്പെട്ടപ്പോൾ ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, തിരുനിണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. കർത്താവിൻ്റെ 2ാം വരവിൽ കർത്താവിനെ പ്രതീക്ഷയോടെ വരവേൽക്കുവാൻ, പ്രത്യാശയോടെ വരവേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ. യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. വാഴും സുദിനം ആസന്നമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിടാറായി. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിടാറായി. മറുരൂപമായി പറന്നിടാറായി. രാജാധിരാജൻ മഹിമയോടെ വാന
വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ മറ്റെല്ലാവരെയുംകാൾ നിർഭാഗ്യവാന്മാരാണ്. ഓ ദൈവമായ കർത്താവേ, വരാനിരിക്കുന്ന ജീവിതത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, സ്വർലോകത്തിൽ നിത്യമായി നിന്നോടൊപ്പം വാഴുന്ന ജീവിതത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട്, ജീവിതത്തിൻ്റെ കുരിശുകൾ, സഹനങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. നിന്റെ ആത്മാവിന് ഞങ്ങളിലേക്ക് വർഷിക്കണമേ. കൃപാവര ദാനഫലം ഞങ്ങളിലേക്ക് വർഷിക്കണമേ. സ്വർഗം കൺമുൻപിൽ കണ്ട് ജീവിക്കുവാൻ, നിത്യത കൺമുൻപിൽ കണ്ട് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. സകല വിശുദ്ധരും ജീവിച്ചതുപോലെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, സ്വർഗം കൺമുൻപിൽ കണ്ട് ജീവിക്കുവാൻ, നിത്യത കൺമുൻപിൽ കണ്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ. യേശുവേ കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപം ആയി പ്രിയരേ. കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപം ആയി പ്രിയരേ. കാലം സമീപം ആയി പ്രിയരേ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് വരമായി ലഭിക്കട്ടെ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന, 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 ആരാധന. യേശുവേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.